നമ്മുടെ അയ്യപ്പ രാവിലെ അങ്ങനവാടി പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ്. അപ്പോൾ രാവിലെ വന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് അയാൾ ചായയൊക്കെ കഴിക്കണം. എത്രയൊക്കെ കാപ്പി ഉണ്ടാക്കി കൊടുത്താലും അയാൾ രാവിലെ ഒന്നോ രണ്ടോ ഞുള്ളി തിന്നുകൊണ്ടാണ് അംഗനവാടിയിലോട്ട് പോകുന്നത്. പിന്നെ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ച് അയാൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് മൊത്തം കറുപ്പ് തീമിലാണ് നമ്മുടെ അയ്യപ്പായുടെ പോക്ക്. പിന്നെ അന്ന് അയാളുടെ ബാഗും കാര്യങ്ങളെല്ലാം ഓൾ സെറ്റാണ്. അപ്പോൾ നമുക്കിന്ന് അയാളെ അംഗനവാടി കൊണ്ടാക്കിയിട്ട് വേറെ വഴിക്ക് പോകണം. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. സ്ഥിര സാരഥിയിൽ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ അയാളും ടാറ്റ പോവാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ വഴി അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനും അയാൾക്കും മനസ്സിലായിട്ടോ, അയാളും കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അംഗനവാടി ചെന്നപ്പോഴത്തേക്കിന് അയാൾ ഓക്കെ ആയി. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കഴുത്തി കൂടിയിട്ട് നേരെ അംഗനവാടിയിലോട്ട് നടന്നു പോയി. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അയാളുടെ വിധവും മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏണായി കയറിയിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ എടുത്തൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളാ കൂട്ടുകാരെയൊക്കെ കാണിച്ചിട്ട് ടീച്ചറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മളും കൂട്ടും. അയാളാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോത്തേ ഇല്ലായിരുന്നു. ഭയങ്കര അരച്ചിലായിരുന്നു. പിന്നെ 2 മുട്ടായൊക്കെ കയ്യിലുള്ളതിൻ്റെ ബലത്തിലാന്ന് തോന്നുന്നു അങ്ങ് ടീച്ചറിൻ്റെ കയ്യിൽ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിന് ദക്ഷിണ കൊടുത്തില്ലായിരുന്നു നമ്മൾ. അപ്പം അന്ന് ആദ്യമായിട്ട് പോയതിൻ്റെ അന്ന് നമുക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആരും പറഞ്ഞതും ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ടീച്ചറിനും പിന്നെ അവിടുത്തെ മറ്റേ ടീച്ചറിനും 2 ടീച്ചർമാരുള്ളവർക്കെല്ലാം നമ്മളാണെങ്കിൽ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നേരെ അയാളെ ടീച്ചറിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. അയാളാണെങ്കിൽ ഞാൻ ഇറങ്ങുന്നതിന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാനിങ്ങ് പോന്നു.